ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് ടു ഹോം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബർഗറാണ്. അതിനായി നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കാം. ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മാറിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൗഡർ ഇടണം. അതിനായി കുറച്ച് ചില്ലി പൗഡറും പിന്നെ അതിന് ശേഷം കുറച്ച് ഗാർലിക് പൗഡർ ഇടണം. പിന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ ഇടണം. അതിലേക്ക് പിന്നെ ഒണിയൻ്റെ പൗഡർ ഇടണം. അതിലേക്ക് ഒറിഗാനോ ഇടണം. അതിനുശേഷം തൈം ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യണം. അതിനുശേഷം പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യണം. ഈ ഇട്ട പൊടികളെല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് മയോണൈസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഇത് വറുക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ആ മിക്സ് ഒന്ന് ഇച്ചിരി ലൂസാക്കി കൊടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ നമുക്കൊരു ഡ്രൈ ബാറ്റർ ഉണ്ടാക്കണം. അതിനായി ഒരു 2 കപ്പ് മൈദാപ്പൊടി, അതിലേക്ക് കോൺഫ്ലോർ 1/2 കപ്പ് കോൺഫ്ലോർ, പിന്നെ അതിൽ പെപ്പർ പൗഡർ, പിന്നെ മുളക് പൊടി, ഒറിഗാനോ, ഗാർലിക് പൗഡർ, സോൾട്ട്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എടുത്ത് ഓരോന്നും ആ പൊടിയിലേക്ക്, ഡ്രൈ ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അത് എല്ലായിടത്തും അത് പരത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ ഇട്ടാൽ മതി. അതിലേക്ക് അത് ചൂടായി കഴിയുമ്പം ഈ ചിക്കൻ എടുത്ത് അതിലേക്കിട്ട് മുരിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ബണ്ണ് മുറിച്ച് 2ആയിട്ട് മുറിച്ചിട്ട് ആ ബട്ടറിലൊന്ന് ഈ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഈ ടോസ്റ്റ് ചെയ്ത ബണ്ണിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഹാഫാക്കി വെച്ച് കൊടുക്കാം. അതിലേക്ക് സ്ലൈസ്ഡ് ചീസും ഇട്ട് വെച്ച് കൊടുത്തിട്ട് ബണ്ണിൻ്റെ മറ്റു ഭാഗം വെച്ചിട്ട് അങ്ങ് കവർ ചെയ്യണം. ഇപ്പോൾ ചിക്കൻ ബർഗർ റെഡിയായി. നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.